ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ MCQ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സാപ്വുഡ് ഈസ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ദ ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് എ ലോഗ്. സാപ്വുഡ് ഈസ് ദ ഔട്ടർ ലിവിംഗ് പോർഷൻ ഓഫ് എ ട്രീ ട്രങ്ക്, ലൈറ്റർ ഇൻ കളർ ആൻഡ് മോർ പ്രോൺ ടു ഡിക്കേ ദാൻ ഹേർട്ട്വുഡ്. ഇറ്റ് ആക്റ്റീവ്ലി കണ്ടക്ട്സ് ന്യൂട്രിയൻസ് ആൻഡ് വാട്ടർ. സാപ്വുഡ് എന്ന് പറയുന്നത് ഒരു ഔട്ടർ പോർഷനാണ്, ട്രീ ട്രങ്കിലെ ഔട്ടർ പോർഷനാണ്. നമുക്കറിയാം പിത്ത്, ഹാർഡ് വുഡ്, സാപ്പ് വുഡ്, അങ്ങനെയാണ് ഓരോ ലെയേഴ്സ് പോകുന്നത്. അപ്പം ഇത് നമ്മളുടെ ഹാർഡ് വുഡിനേക്കാളും ഡീക്കേ ചെയ്യാൻ കൂടുതൽ ചാൻസ് ഉള്ളത് സാപ്പ് വുഡാണ്. പിന്നെ ഇത് ന്യൂട്രിയൻസും വാട്ടറും ഒക്കെ കണ്ടക്ട് ചെയ്യാനും സഹായിക്കുന്നു. വിച്ച് ഈസ് എ ഡിസീസ് ഇൻ ടിമ്പർ? ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഹാർട്ട് ഷേക്ക്, ഡ്രൈ റോട്ട്, സ്റ്റാർ ഷേക്ക്, ഓൾ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആണ്. ഇതെല്ലാം തന്നെ ഒരു ടിമ്പറിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റുകളാണ്. ഓൾ ലിസ്റ്റഡ് ഓപ്ഷൻസ് ആർ ടിമ്പർ ഡിഫക്ട്സ്, ഹാർട്ട് ഷേക്ക് ആൻഡ് സ്റ്റാർ ഷേക്ക് ആർ ക്രാക്സ്, ഡ്രൈ റോട്ട് ഈസ് എ ഫംഗൽ ഡിസീസ്. ഇതിൻ്റെ അകത്ത് ഹാർട്ട് ഷേക്കും സ്റ്റാർ ഷേക്കും ക്രാക്സിൽ ഉൾപ്പെടുന്നതാണ്. ഡ്രൈ റോട്ട് ഒരു ഫംഗൽ ഡിസീസാണ്. ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് വുഡ് പ്രിസർവേഷൻ. നമ്മൾ വുഡ് പ്രിസർവ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്? പെയിൻറ്റിങ്, സീസണിങ്, ഗ്രീസിങ്, പ്രഷർ ട്രീറ്റ്മെൻറ്റ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് പ്രഷർ ട്രീറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ്, പ്രഷർ ട്രീറ്റ്മെൻറ്റ് ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. പ്രഷർ ട്രീറ്റ്മെൻറ്റ് ഫോഴ്സസ് പ്രിസർവേറ്റീവ് സൊല്യൂഷൻസ് ഡീപ്പ് ഇൻ ടു ടിമ്പർ, പ്രൊവൈഡിങ് എക്സലൻറ്റ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഇൻസെക്ട്സ്, ഫംഗി ആൻഡ് വെതറിങ്. നമ്മൾ പ്രഷർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് നല്ല ഫോഴ്സിലാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഉള്ളിലേക്ക് പെനൻട്രേറ്റ് ചെയ്യും. അത് ഇൻസെക്ട്സിൽ നിന്നും ഫംഗിയിൽ നിന്നും വെതറിങ്ങിൽ നിന്നും എല്ലാം നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ടിമ്പറിന് കൊടുക്കും. മോയ്സ്ചർ കണ്ടൻറ്റ് ഇൻ വെൽ സീസൺ ടിമ്പർ ഈസ്. ഒരു നല്ലപോലെ സീസൺ ചെയ്ത ടിമ്പറിലെ മോയ്സ്ചർ കണ്ടൻറ്റ് എത്രയാണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 8 to 12%. വെൽ സീസൺ ടിമ്പർ ഹാസ് എ മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് 8 to 12%, വിച്ച് ഹെൽപ്സ് പ്രിവെൻറ്റ് ഡീക്കേ, റോട്ട്, വാർപ്പിംഗ് ആൻഡ് ഷ്രിങ്കേജ്. ഒരു വെൽ സീസൺ ടിമ്പറിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് 8 to 12% ആണ്. എ നോട്ട് ഈസ്. നോട്ട് എന്ന് പറയുന്നത് ടിമ്പറിലുണ്ടാകുന്ന ഒരു ഡിഫക്റ്റാണ്. ഓപ്ഷൻ ബി, എ ഡിഫക്റ്റ് ഇൻ ടിമ്പർ. നോട്ട് ഈസ് എ ഹാർഡ് ക്രോസ് ഗ്രെയിൻഡ് മാസ് ഓഫ് വുഡ് വെയർ എ ബ്രാഞ്ച് ഹാസ് എൻകേസ്ഡ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് എ ഡിഫക്റ്റ് ആൻഡ് ക്യാൻ റെഡ്യൂസ് സ്ട്രെങ്ത്. ഒരു ബ്രാഞ്ചൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പോഴത്തേക്കും അവിടെ ഒരു ഹാർഡായിട്ടുള്ള ഒരു റിങ് പോലെ ഫോം ചെയ്യും. അതിന് പറയുന്നതാണ് നോട്ട്. നോട്ട് നമ്മുടെ ടിമ്പറിൻ്റെ സ്ട്രെങ്തിന് റിഡക്ഷൻ സംഭവിക്കാൻ കാരണമാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സീസണിങ് ഓഫ് ടിമ്പർ ഇൻക്രീസസ്. ഇതിൻ്റെ അകത്ത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, സ്ട്രെങ്ത് ആണ് സീസണിങ് മൂലം നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സീസണിങ് റിമൂവ്സ് എക്സസ് മോയ്സ്ചർ, മേക്കിംഗ് ടിമ്പർ ലൈറ്റർ ആൻഡ് ഇൻക്രീസിങ് ഇറ്റ്സ് സ്ട്രെങ്ത് ആൻഡ് ഡയമെൻഷണൽ സ്റ്റെബിലിറ്റി. സീസണിങ് ചെയ്യുന്നത് മൂലം എക്സസ് ആയിട്ടുള്ള മോയ്സ്ചർ റിമൂവ് ചെയ്യുകയും ടിമ്പർ ലൈറ്റർ ആവുകയും അതിൻ്റെ സ്ട്രെങ്തും ഡയമെൻഷണൽ സ്റ്റെബിലിറ്റിയും ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടിമ്പർ ഈസ് ബെസ്റ്റ് ഫോർ ഔട്ട്ഡോർ യൂസ്? ഔട്ട്ഡോർ യൂസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടിമ്പർ ഇതിലേതാണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ടീക്കാണ്. ടീക്ക് ഈസ് നാച്ചുറലി ഡ്യൂറബിൾ, വെതർ ആൻഡ് ടെർമൈറ്റ് റെസിസ്റ്റൻറ്റ് ആൻഡ് ഈസ് പ്രിഫേർഡ് ഫോർ ഔട്ട്ഡോർ ആപ്ലിക്കേഷൻ. ടീക്ക് എന്ന് പറയുന്നത് നാച്ചുറലി ഒരു ഡ്യൂറബിളായിട്ടുള്ള വെതറിനെയും ടെർമൈറ്റിനെയും ഒക്കെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ടിമ്പറാണ്. ഇത് നമ്മൾ പ്രിഫേർഡ് ഫോർ ഔട്ട്ഡോർ ആപ്ലിക്കേഷൻസ് ആണ്. ഔട്ട്ഡോർ ആപ്ലിക്കേഷനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ടിമ്പറാണ് ടീക്ക്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മോസ്റ്റ് കോമൺ മിനറൽ അഡ്മിക്സ്ചർ ഫോർ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്. ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മോസ്റ്റ് കോമൺ ആയിട്ടുള്ള മിനറൽ അഡ്മിക്സ്ചർ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഫ്ലൈ ആഷ്, സിലിക്ക ഫ്യൂമ്, സ്ലാഗ്, ഓൾ ഓഫ് ദിസ്. ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്ന എല്ലാം തന്നെ മിനറൽ അഡ്മിക്സ്ചേഴ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക ഓൾ ഓഫ് ദിസ് ആണ്. Fly ash, silica fume and slag are all mineral admixtures that enhance the strength, durability and workability of concrete. Next question, superplasticize increase workability, setting time, strength, none. ഇതിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ എ വർക്കബിലിറ്റി ആണ്. Superplasticize make concrete much more workable, allowing easier placing at low water cement ratios and a higher initial slump. Superplasticize ചെറിയ വാട്ടർ സിമൻറ്റ് റേഷ്യോയിൽ നല്ല രീതിയിലുള്ള വർക്കബിലിറ്റി കോൺക്രീറ്റിന് കൊടുക്കും. ദ യൂഷ്വൽ ക്വാണ്ടിറ്റി ഓഫ് അഡ്മിക്സ്ചേഴ്സ് ഇൻ കോൺക്രീറ്റ്. നമ്മൾ കോൺക്രീറ്റിൽ പല അഡ്മിക്സ്ചേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അത് എത്ര പെർസെൻറ്റേജ് വേണം ആഡ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 0.22% ബൈ വെയ്റ്റ് ഓഫ് സിമെൻറ്റ്. നമ്മൾ എത്രയാണോ സിമെൻറ്റ് എടുക്കുക അതിൻ്റെ 0.22% വെയ്റ്റ് ആണ് നമ്മൾ അഡ്മിക്സ്ചേഴ്സ് ആഡ് ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ കൂടുകയാണെങ്കിൽ 2%നേക്കാളും കൂടുതലാണ് നമ്മൾ ആഡ് ചെയ്യുന്ന അഡ്മിക്സ്ചേഴ്സ് എങ്കിൽ അത് കോൺക്രീറ്റിൽ അൺഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഉണ്ടാക്കും. ആക്സിലറേറ്റേഴ്സ് ആർ ആഡഡ് ടു. എന്തിനു വേണ്ടിയിട്ടാണ് ആക്സിലറേറ്റേഴ്സ് ആഡ് ചെയ്യുന്നത്? നമുക്കറിയാം, ഇൻക്രീസ് സ്ട്രെങ്ത് ആൻഡ് ഫാസ്റ്റൻ സെറ്റിംഗ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ആക്സിലറേറ്റേഴ്സ് സച്ച് ആസ് കാൽഷ്യം ക്ലോറൈഡ്. കാൽഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു ആക്സിലറേറ്ററിന് എക്സാമ്പിളാണ്. അത് ഹൈഡ്രേഷൻ സ്പീഡപ്പ് ചെയ്യും. അതുമൂലം സെറ്റിങ് ഫാസ്റ്റർ ആകും, ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രെങ്തും പെട്ടെന്നാവും. ദ എയർ എൻട്രെയിനിങ് ഏജൻറ്റ്സ് ഇൻ കോൺക്രീറ്റ് ആർ ആഡഡ് ടു. കോൺക്രീറ്റിൽ എന്തിനാണ് നമ്മൾ എയർ എൻട്രെയിനിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്യുന്നത്? റെഡ്യൂസ് ബ്ലീഡിങ്, ഇൻക്രീസ് വർക്കബിലിറ്റി, ഇൻക്രീസ് റെസിസ്റ്റൻസ് ടു ഫ്രോസ്റ്റ്, ഓൾ ഓഫ് ദിസ്. ഇതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദിസ് ആണ്. ഇതെല്ലാം എയർ എൻട്രെയിനിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്യുന്നത് മൂലം നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ബ്ലീഡിങ് കുറക്കാം, വർക്കബിലിറ്റി ഇംപ്രൂവ് ചെയ്യാം, ആൻഡ് ഫ്രോസ്റ്റ് റെസിസ്റ്റൻസും നമുക്ക് ഇതുമൂലം അച്ചീവ് ചെയ്യാം. കാൽഷ്യം ക്ലോറൈഡ് ഇൻ കോൺക്രീറ്റ് ആക്ട് ആസ്. കാൽഷ്യം ക്ലോറൈഡ് എന്തായിട്ടാണ് കോൺക്രീറ്റിൽ ആക്ട് ചെയ്യുന്നത്? റിട്ടാർഡറാണോ, ആക്സിലറേറ്ററാണോ, പ്ലാസ്റ്റിസെയറാണോ, ഹാർഡനറാണോ? നമ്മൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, കാൽഷ്യം ക്ലോറൈഡ് ഒരു ആക്സിലറേറ്ററാണ്. കാൽഷ്യം ക്ലോറൈഡ് ആക്ട് ആസ് ആൻ ആക്സിലറേറ്റർ, റെഡ്യൂസിങ് സെറ്റിംഗ് ടൈം, പ്രൊമോട്ടിംഗ് എയർലി സ്ട്രെങ്ത് ഗെയിൻ. ഇനി പെയിൻറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ നോക്കുക. ക്വസ്റ്റ്യൻ, റെഡ് ലെഡ് ഈസ് യൂസ്ഡ് ആസ്. റെഡ് ലെഡ് നമ്മൾ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഫൈനൽ കോട്ട്, പ്രൈമർ, വാർണിഷ്, സോൾവെൻറ്റ്. ഇതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രൈമറായിട്ടാണ് നമ്മൾ റെഡ് ലെഡിനെ യൂസ് ചെയ്യുന്നത്. റെഡ് ലെഡ് പ്രൈമർ ഈസ് കോമൺലി യൂസ്ഡ് ടു പ്രൊട്ടക്റ്റ് അയൺ ആൻഡ് സ്റ്റീൽ ഫ്രം കൊറോഷൻ ബിഫോർ ഫൈനൽ പെയിൻറ്റിങ്. ഫൈനൽ പെയിൻറ്റിങ്ങിന് മുന്നേ നമ്മളുടെ അയണിനെയും സ്റ്റീലിനെയും ഒക്കെ കൊറോഷനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ റെഡ് ലെഡ് ആഡ് ചെയ്യുന്നത്, അതായത് പ്രൈമറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനാമൽ പെയിൻറ്റ്സ് ആർ. ഇനാമൽ പെയിൻറ്റ്സ് ഓപ്ഷൻ എ ചീപ്പ്, വാഷബിൾ, നോട്ട് ഡ്യൂറബിൾ, ഫോർ ടെമ്പററി വർക്ക്. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. ഇതിൻ്റെ അകത്ത് ആൻസർ വരിക ഓപ്ഷൻ ബി വാഷബിൾ ആണ്. ഇനാമൽ പെയിൻറ്റ്സ് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന പെയിൻറ്റുകളാണ്. ഇനാമൽ പെയിൻറ്റ്സ് പ്രൊവൈഡ് എ
ഹാർഡ്, ഗ്ലോസി ആൻഡ് വാഷബിൾ സർഫസ് സ്യൂട്ടബിൾ ഫോർ ഡ്യൂറബിൾ ഫിനിഷസ്. ഇനാമൽ പെയിൻറ്റ്സ് അപ്ലൈ ചെയ്യുന്നത് മൂലം നമുക്ക് ഒരു ഹാർഡും ഗ്ലോസിയും വാഷബിളുമായിട്ടുള്ള സർഫസാണ് കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാർണിഷ് ഈസ് ജനറലി യൂസ്ഡ് ഫോർ. വാർണിഷ് നമ്മൾ എവിടെയാണ് ജനറലി യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് സ്റ്റീല്, ഗ്ലാസ്, വുഡ്, നൺ ഓഫ് ദിസ്. നമുക്കറിയാം ഇതിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ സി, വുഡ്. വുഡിലാണ് നമ്മൾ വാർണിഷ് ഉപയോഗിക്കാറ്. വാർണിഷ് ഈസ് എ ട്രാൻസ്പെറൻറ്റ് പ്രൊട്ടക്റ്റീവ് ഫിനിഷ് ടിപ്പിക്കലി അപ്ലൈഡ് ടു വുഡ് ടു എൻഹാൻസ് അപ്പിയറൻസ് ആൻഡ് ഡ്യൂറബിലിറ്റി. വാർണിഷ് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ഫിലിമാണ്. അത് നമ്മൾ വുഡിലാണ് അപ്ലൈ ചെയ്യാറ്. അപ്പിയറൻസ് ഇമ്പ്രൂവ് ചെയ്യും, ഡ്യൂറബിലിറ്റിയും ഇമ്പ്രൂവ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫങ്ഷൻ ഓഫ് ടർപ്പൻറ്റൈൻ ഇൻ പെയിൻറ് ഈസ്. ടർപ്പൻറ്റൈൻ്റെ ഫങ്ഷൻ എന്താണ് പെയിൻറ്റിൽ? ഓപ്ഷൻസ് ബേസ്, പിഗ്മെൻറ്റ്, സോൾവെൻറ്റ്, ഡ്രയർ. ഇതിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ സി, സോൾവെൻ്റ് ആണ് ടർപ്പൻറ്റൈൻ. Turpentine is a solvent used to thin oil-based paints and to clean brushes. ഓയിൽ-ബേസ്ഡ് പെയിൻറ്റ്സിനെ തിന്നാക്കാനും നമ്മളുടെ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ബ്രഷസിനെയൊക്കെ ക്ലീൻ ചെയ്യാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോൾവെൻ്റാണ് ടർപ്പൻറ്റൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇൻ ഡിസ്റ്റംബർ ഈസ്. ഡിസ്റ്റംബറിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഏതാണ്? ഇതിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ സി, ചോക്കാണ് ഡിസ്റ്റംബറിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ചോക്ക് ഫോംസ് ദ ബൾക്ക് ഓഫ് ഡിസ്റ്റംബർ പ്രൊവൈഡിങ് വൈറ്റ്നസ് ആൻഡ് ഒപ്പീസിറ്റി. ചോക്കാണ് ഇതിൻ്റെ ബൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ഡിസ്റ്റംബറിലെ ബൾക്ക് കൊടുക്കുന്നത് ചോക്കാണ്. അത് വൈറ്റ്നസ്സും ഒപ്പേസിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിങ്ക് ഓക്സൈഡ് ഇൻ പെയിൻറ്റ് ആക്ട് ആസ്. പെയിൻറ്റിൽ സിങ്ക് ഓക്സൈഡ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുക? ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. പിഗ്മെൻറ്റ്, ബേസ്, ബൈൻഡർ, സോൾവെൻറ്റ്. ഇതിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ എ, പിഗ്മെൻ്റ് ആണ് സിങ്ക് ഓക്സൈഡ്. സിങ്ക് ഓക്സൈഡ് ഈസ് എ വൈറ്റ് പിഗ്മെൻറ്റ് പ്രിവെൻറ്റിംഗ് മോൾഡ് ആൻഡ് ഗീവിംഗ് പെയിൻറ്റ് ഇറ്റ്സ് കവറിംഗ് പവർ. സിങ്ക് ഓക്സൈഡ് അപ്പോൾ ഒരു പിഗ്മെൻ്റ് ആണ്. കാസ്റ്റേൺ കണ്ടെയ്ൻസ് കാർബൺ. കാസ്റ്റേണിലെ കാർബൺ കണ്ടൻറ്റ് എത്രയാണ്? ഇതിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ ഡി, 2 to 4% ആണ്. കാർബൺ കണ്ടൻറ്റ് ഓഫ് കാസ്റ്റേൺ ഈസ് 2 to 4%, ഗീവിങ് ഇറ്റ്സ് ഹാർഡ്നെസ് ആൻഡ് ബ്രിട്ടിൽനെസ്. നമുക്കറിയാം കാർബൺ കണ്ടൻറ്റ് കൂടും തോറും ഹാർഡ്നെസ്സും ബ്രിട്ടിൽനെസ്സൊക്കെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാസ്റ്റേണിലെ കാർബൺ കണ്ടൻറ്റ് 2 to 4% ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഈസ് ആൻ അലോയ് ഓഫ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്തിൻ്റെ എല്ലാം അലോയ് ആണ്? ഇതിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ സി, അയൺ, ക്രോമിയം, നിക്കൽ. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്ൻസ് അയൺ വിത്ത് സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട്സ് ഓഫ് ക്രോമിയം. അതായത് ക്രോമിയം എന്തിനാണ്? കൊറോഷൻ റെസിസ്റ്റൻസിനാണ്. ആൻഡ് ഓഫൺ നിക്കൽ ഫോർ ടഫ്നെസ്. ഇതിൻ്റെ അകത്ത് ക്രോമിയം കൊറോഷൻ റെസിസ്റ്റൻസും കൊടുക്കുന്നു, നിക്കൽ ടഫ്നെസ്സും കൊടുക്കുന്നു. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്തിൻ്റെ എല്ലാം അലോയ് ആണെന്ന് ഓർക്കുക. അയൺ, ക്രോമിയം, നിക്കൽ എന്നിവയുടെ ഒരു അലോയ് ആണ് നമ്മളുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനീലിംഗ് ഈസ് ഡൺ ടു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അനീലിംഗ് ചെയ്യുന്നത്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, സോഫ്റ്റൻ മെറ്റൽ. അനീലിംഗ് ഈസ് എ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ് ടു സോഫ്റ്റൻ മെറ്റൽസ്, റിലീവ് ഇൻറ്റേർണൽ സ്ട്രെസ്സസ് ആൻഡ് ഇംപ്രൂവ് ഡക്റ്റിലിറ്റി. അനീലിംഗ് ചെയ്യുന്നത് മൂലം നമ്മുടെ മെറ്റൽ സോഫ്റ്റ് ആകുകയും അതുപോലെ അതിൻ്റെ അകത്തുള്ള ഇൻറ്റേർണൽ സ്ട്രെസ്സസ് റിലീവ് ചെയ്യുകയും അതിൻ്റെ ഡക്റ്റിലിറ്റി ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഗാൽവനൈസിംഗ് ഈസ് കോട്ടിംഗ് അയൺ ഓർ സ്റ്റീൽ വിത്ത്. നമുക്കറിയാം ഗാൽവനൈസിംഗ് എന്ന് പറഞ്ഞാൽ അയണിലെയും അല്ലെങ്കിൽ സ്റ്റീലിനെയും എന്ത് വെച്ച് കോട്ട് ചെയ്യുന്നതാണ്? ഓപ്ഷൻ
ബി. സിങ്കിൻ്റെ കോട്ടിങ് കൊടുക്കുന്നതിനാണ് നമ്മൾ ഗാൽവനൈസിങ് എന്ന് പറയുക. ഗാൽവനൈസിങ് പ്രൊട്ടക്ട്സ് അയൺ ഓർ സ്റ്റീൽ ഫ്രം കൊറോഷൻ ബൈ കോട്ടിംഗ് ഇറ്റ് വിത്ത് എ തിൻ ലെയർ ഓഫ് സിങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെർമോപ്ലാസ്റ്റിക്സ് ഓൺ ഹീറ്റിംഗ് harden, soften, harden and become brittle. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, സോഫ്റ്റൻ. തെർമോപ്ലാസ്റ്റിക്സ് ഹീറ്റ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആകുകയാണ് ചെയ്യുന്നത്. തെർമോപ്ലാസ്റ്റിക്സ് സോഫ്റ്റൻ അപ്പോൺ ഹീറ്റിംഗ് ആൻഡ് ക്യാൻ ബി റീമോൾഡഡ്. ദിസ് മേക്സ് ദം റീസൈക്ലബിൾ. ഇത് തെർമോപ്ലാസ്റ്റിക്സിന് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇത് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ സോഫ്റ്റൻ ആകുകയും എന്നിട്ട് അത് സെറ്റ് ആവുകയും ചെയ്യുന്നു. അതാണ് നമ്മളിത് റീസൈക്കിൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ബിക്കം സോഫ്റ്റ് ഓൺ ഹീറ്റിംഗ്, ഹാർഡ് ഓൺ കൂളിംഗ്, ഹാർഡ് പെർമനൻ്റ്ലി, നൺ ഓഫ് ദിസ്. ഇതിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ സി ആണ്, ഹാർഡ് ഓൺ കൂളിംഗ്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് നമ്മൾ ഹീറ്റ് ചെയ്ത് സോഫ്റ്റ് ആയി കഴിഞ്ഞ് പിന്നെ കൂൾ ചെയ്യുമ്പോഴത്തേക്കും അത് പെർമനൻ്റ്ലി ഹാർഡാവും. പിന്നെ നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് സോഫ്റ്റ് ആവത്തില്ല, അത് പെർമനൻ്റ്ലി തന്നെ ഹാർഡായിട്ട് ഉണ്ടാകും. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് വൺസ് സെറ്റ് cannot be remelted or remolded. They become permanently hard. PVC pipes are commonly used for. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, ബോത്ത്. Electric conduiting, water supply. PVC pipes are versatile and used in both water supply lines and electrical conduits due to light weight. PVC pipes light weight ആണ്, അതുകൊണ്ട് നമുക്കിത് വാട്ടർ സപ്ലൈക്കും ഇലക്ട്രിക് കോൺഡ്യൂട്ടിങ്ങിനും എല്ലാം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ കൊറോഷൻ റെസിസ്റ്റൻസും അതിനുണ്ട്. The main raw material for manufacturing plastics is. പ്ലാസ്റ്റിക് മാനുഫാക്ചറിലെ മെയിൻ ആയിട്ടുള്ള റോ മെറ്റീരിയൽ ഏതാണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, പെട്രോ കെമിക്കൽസ് ആണ് പ്ലാസ്റ്റിക്സിലെ മെയിൻ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. മോസ്റ്റ് പ്ലാസ്റ്റിക്സ് ആർ ഡിറൈവ്ഡ് ഫ്രം പെട്രോ കെമിക്കൽസ് ഒബ്റ്റെയിൻഡ് ഫ്രം ക്രൂഡ് ഓയിൽ റിഫൈനിങ്. The common test for identifying lime is. ലൈം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന കോമൺ ടെസ്റ്റ് ഏതാണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ, ആസിഡ് ടെസ്റ്റ് ആണ്. ആസിഡ് ടെസ്റ്റ് ഡിറ്റക്ട്സ് ലൈം ബൈ എഫർവസൻസ് വെൻ ലൈം റിയാക്ട്സ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമ്മുടെ ലൈം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എഫർവസൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ആസിഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏതാണ് നമ്മുടെ ലൈം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആസിഡ് ടെസ്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, wrought iron ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം. എവിടെ നിന്നാണ് wrought iron പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ, പിഗ് അയൺ. പിഗ് അയണിൽ നിന്നുമാണ് നമ്മൾ wrought iron ഉണ്ടാക്കിയെടുക്കുന്നത്. Wrought iron is manufactured by refining pig iron to remove carbon and other impurities. wrought iron നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് പിഗ് അയണിനെ റിഫൈൻ ചെയ്തിട്ടാണ്. അതിൻ്റെ അകത്തുള്ള കാർബണിനെയും ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ wrought iron മാനുഫാക്ചർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റ് കണ്ടെയ്ൻസ് മോർ. ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റിൽ എന്താണ് കൂടുതലായിട്ട് ഉള്ളത്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, അലൂമിനയാണ്. ഇൻക്രീസ്ഡ് അലൂമിന കണ്ടൻറ്റ് ഇൻ ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റ് ആക്സിലറേറ്റ്സ് സെറ്റിംഗ് ടൈം. നമ്മുടെ ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റിലുള്ള കൂടുതലായിട്ടുള്ള അലൂമിന സെറ്റിംഗ് ടൈമിനെ കുറക്കുന്നു, പെട്ടെന്ന് സെറ്റാവുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി യൂണിറ്റ് വെയ്റ്റ് ഓഫ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് ഈസ്. പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ യൂണിറ്റ് വെയ്റ്റ് എത്രയാണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്.
ദ സ്റ്റാൻഡേർഡ് ബൾക്ക് ഡെൻസിറ്റി, അതായത് യൂണിറ്റ് വെയ്റ്റ് ഓഫ് സിമെൻറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ദ ബൾക്കിംഗ് ഓഫ് സാൻഡ് ഈസ് മാക്സിമം അറ്റ്, ഇതിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ എ 2 to 5% മോയ്സ്ചറാണ്. സാൻഡ് ബൾക്സ് മാക്സിമലി അറ്റ് അബൌട്ട് 2 to 5% മോയ്സ്ചർ കണ്ടൻറ്റ് ഡ്യൂ ടു തിൻ ഫിലിം ഫോർമേഷൻ അറൗണ്ട് പാർട്ടിക്കിൾസ്. ദ ബ്രിക്ക് ഫ്രോഗ് ഡെപ്ത് ഈസ്, നമുക്ക് ബ്രിക്സിൽ ഫ്രോഗ് നമ്മൾ കൊടുക്കാറുണ്ട്. മോട്ടാറിന് നല്ലപോലെ ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ ഫ്രോഗ് കൊടുക്കാറുണ്ട്. അതിൻ്റെ ഡെപ്ത് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ എ 10 to 20 millimeter. The standard depth of the frog in a brick is 10 to 20 millimeter to assist in holding mortar. Dummy joint in concrete is provided for. കോൺക്രീറ്റിൽ എന്തിനാണ് ഡമ്മി ജോയിൻ്റ് നമ്മൾ കൊടുക്കുക? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി കോൺട്രാക്ഷൻ. ഡമ്മി ജോയിൻറ്റ്സ് ആർ മെയ്ഡ് ഇൻ കോൺക്രീറ്റ് ടു അക്കോമഡേറ്റ് കോൺട്രാക്ഷൻ ആൻഡ് പ്രിവെൻറ്റ് റാൻഡം ക്രാക്കിംഗ്. ഡമ്മി ജോയിൻറ്റ്സ് നമ്മൾ കോൺക്രീറ്റ് പേയ്മെൻറ്റ്സിലൊക്കെ നമ്മൾ കൊടുക്കാറുള്ള ജോയിൻ്റാണ് ഡമ്മി ഗ്രൂവ് ജോയിൻ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ കൊടുക്കുക കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്രാക്കിങ് തടയാൻ വേണ്ടിയിട്ടാണ്. The compressive strength of M20 concrete after 28 days. M20 ഗ്രേഡ് കോൺക്രീറ്റിൻ്റെ 28 days compressive strength എന്ന് പറയുക ഓപ്ഷൻ സി 20 MPa ആണ്. By definition, M20 concrete achieves a characteristic compressive strength of 20 MPa in 28 days. The most susceptible building material to frost is, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓപ്ഷൻ എ ബ്രിക്കാണ്. ബ്രിക്സ് അബ്സോർബ് സിഗ്നിഫിക്കൻറ്റ് മോയ്സ്ചർ ആൻഡ് വെൻ എക്സ്പോസ്ഡ് ടു ഫ്രീസിങ് ആർ മോസ്റ്റ് പ്രോൺ ടു ഫ്രോസ്റ്റ് ഡാമേജ്. അപ്പോൾ ഏറ്റവും സസെപ്റ്റബിൾ ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ ബ്രിക്കാണ്. ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് ഈസ് യൂസ്ഡ് ആസ് അഡ്മിക്സർ, അഗ്രിഗേറ്റ്, ബോത്ത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി അഡ്മിക്സറായിട്ടും അഗ്രിഗേറ്റുമായിട്ടും എല്ലാം നമ്മൾ ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗിനെ ഉപയോഗിക്കാറുണ്ട്. ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് ഫൈൻസ് യൂസ് ബോത്ത് ആസ് എ സപ്ലിമെൻ്ററി സിമെൻറ്റീഷ്യസ് അഡ്മിക്സർ ആസ് ആൻ അഗ്രിഗേറ്റ് ഇൻ കോൺക്രീറ്റ്. കോഴ്സ് അഗ്രിഗേറ്റ് സൈസ് ഇൻ RCC ഷുഡ് നോട്ട് എക്സീഡ്. RCCയിൽ ഉപയോഗിക്കുന്ന കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ സൈസ് എത്രയിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. ഇതിന് ആൻസർ ഓപ്ഷൻ ബി 20 mm ആണ് RCCയിലെ മാക്സിമം സൈസ്. ഫോർ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എ മാക്സിമം സൈസ് ഓഫ് 20 mm ഈസ് പ്രിഫേർഡ് ഫോർ പ്രോപ്പർ കോമ്പാക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അറൗണ്ട് റീൻഫോഴ്സ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫ്ലോറസൻസ് ഇൻ മോട്ടാർ ഈസ് കോസ്ഡ് ബൈ സോൾട്ട്, സിലിക്ക, ആൽക്കലീസ്, അലുമിന. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ സോൾട്ട്സ് ആണ്. Efflorescence appears as a white powdery deposit due to soluble salts coming to the surface with moisture. Efflorescence എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് പൗഡറി ആയിട്ടുള്ള ഡെപ്പോസിറ്റാണ്. അത് നമുക്ക് ബ്രിക്സിലൊക്കെ കാണാൻ സാധിക്കും. അത് സാൾട്ട്സിൻ്റെ പ്രസൻസ് മൂലമാണ് എഫ്ലോറസൻസ് ഉണ്ടാകുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, IS കോഡ് ഫോർ സിമെൻറ്റ് ഈസ്, ഓപ്ഷൻ എ IS 456, IS 269, IS 383, IS 516. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി IS 269. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ കോഡാണ് IS 269. 23 ഗ്രേഡിൻ്റെ കോഡാണ്. 23 അല്ല 33. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് 33 ഗ്രേഡിൻ്റെ കോഡാണ് IS 269 എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് കവർ ചെയ്തിട്ടുണ്ട്. വരാൻ പോകുന്ന ഓവർസിയർ LSTD എക്സാമിൻ്റെ വേറൊരു മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മളുടനെ വരുന്നതായിരിക്കും. താങ്ക് യു.